ലോകം ഇന്ന് ഒരു മഹായുദ്ധത്തിന്റെ മുൻപിലാണ്. മിഡിൽ ഈസ്റ്റിലെ കരുത്തനായ നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ അന്ത്യത്തോടെ കാര്യങ്ങൾ പിടിവിട്ടു പോയിരിക്കുകയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ ഒരു യുദ്ധമുണ്ടായത്? ഇതിന്റെ തുടക്കം എവിടെയായിരുന്നു? കേവലം ഒരു മിസൈൽ ആക്രമണത്തിലല്ല ഈ ഒരു പ്രശ്നം തുടങ്ങിയത്. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന പകയുടെയും അധികാര തർക്കത്തിന്റെയും ബാക്കി പത്രമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഈ നിഴൽ യുദ്ധം എങ്ങനെയാണ് ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് എത്തിയത്? ഇതിന് പിന്നിലെ കാരണങ്ങളാണ് ഇന്ന് നമുക്ക് പരിശോധിക്കാനുള്ളത്. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം. ഖമേനി എന്തുകൊണ്ട് കൊല്ലപ്പെട്ടു? അയത്തുള്ള അലി ഖമേനി എന്ന നേതാവ് ഇറാന്റെ വെറും ഒരു ഭരണാധികാരി ആയിരുന്നില്ല. അദ്ദേഹം ഇറാന്റെ ആത്മീയ നേതാവും സായുധ പോരാട്ടങ്ങളുടെ മുഖ്യ ആസൂത്രകനുമായിരുന്നു. മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിലും ഇറാന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്നതാണ്. ഇത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് അവർ കാലങ്ങളായി വിശ്വസിച്ചു പോന്നു. ഇസ്രായേലിന് നേരെ നടന്ന ഒട്ടുമിക്ക ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് പിന്നിലും ഇറാന്റെ ബുദ്ധിയാണെന്ന് ആരോപിച്ചാണ് ഇസ്രായേലും യുഎസും സംയുക്തമായി ഇറാന്റെ ഭരണകേന്ദ്രത്തെ തന്നെ തകർക്കുന്ന ഓപ്പറേഷൻ ലയൺസ് റോർ നടപ്പിലാക്കിയത്. രാജ്യത്തിന്റെ പരമോന്നത നേതാവിനെ തന്നെ വധിക്കുക വഴി ഇറാന്റെ ആത്മവീര്യം തകർക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അല്പം പിന്നിലേക്ക് പോകണം. 1979 ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷമാണ് ഇറാൻ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കടുത്ത ശത്രുവായി മാറിയത്. മിഡിൽ ഈസ്റ്റിൽ ആരാണ് ഒന്നാമൻ എന്ന തർക്കം സൗദി അറേബ്യയും ഇറാനും തമ്മിലും ഇസ്രായേലും ഇറാനും തമ്മിലും നിലനിന്നിരുന്നു. ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയ സംഘടനകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണ ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചു എന്നതാണ്. മറുവശത്ത് ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ തടയാൻ ഇസ്രായേൽ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഈ ശത്രുതയുടെ ഏറ്റവും വലിയ പൊട്ടിത്തെറിയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. യൂറോപ്പിലെ യുദ്ധവും ഇതിനോട് ചേർന്ന് വായിക്കണം. റഷ്യയ്ക്ക് ഡ്രോണുകളും ആയുധങ്ങളും നൽകി ഇറാൻ സഹായിക്കുന്നു എന്ന ആക്ഷേപം പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാന്റെ തകർച്ച റഷ്യയെയും ദുർബലപ്പെടുത്തുമെന്ന് അമേരിക്ക വിശ്വസിക്കുന്നുണ്ട്. ലോകം ഇന്ന് കൃത്യമായി രണ്ടു ചേരികളിലായി തിരിഞ്ഞിരിക്കുകയാണ്. എന്താണ് ഇന്ത്യയുടെ നിലപാടും അതുപോലെ തന്നെ ഇന്ത്യ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള വെല്ലുവിളികളും പരിശോധിക്കാം. ഇന്ത്യക്ക് ഇറാനുമായി വലിയ വ്യാപാര ബന്ധമാണുള്ളത്, പ്രത്യേകിച്ച് ചബഹാർ തുറമുഖം പോലെയുള്ള പദ്ധതികളിൽ. എന്നാൽ ഇസ്രായേലുമായി ഇന്ത്യക്ക് തന്ത്രപരമായ പ്രതിരോധ പങ്കാളിത്തവുമുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത എന്തെന്നാൽ ഇന്ത്യ എക്കാലവും യുദ്ധത്തിനെതിരാണ് എന്നതാണ്. ഇതൊരു യുദ്ധത്തിന്റെ യുഗമല്ല എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ലോകം ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുകയാണ്. ആയുധങ്ങൾ കൊണ്ടല്ല, നയതന്ത്ര ചർച്ചകളിലൂടെ മാത്രമേ ഈ ലോകത്തെ രക്ഷിക്കാൻ കഴിയൂ എന്ന് ഇന്ത്യ ആവർത്തിച്ചു പറഞ്ഞു. യുദ്ധം പടർന്നാൽ ഇന്ത്യയിലെ പെട്രോൾ വില വർദ്ധിക്കാനും സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അത് തടയാൻ ഇന്ത്യ ലോക ശക്തികൾക്കിടയിൽ ഒരു മധ്യസ്ഥനായാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൾഫിലെ ലക്ഷക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ ഇന്ന് പ്രാർത്ഥനയിലാണുള്ളത്. ഈ യുദ്ധം കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടർന്നാൽ അത് മനുഷ്യരാശിക്ക് തന്നെ വലിയൊരു ദുരന്തമാകും. ഭരണാധികാരികളുടെ ഈ യുദ്ധത്തിൽ ഇല്ലാതാകുന്നത് പാവപ്പെട്ട സാധാരണക്കാരുടെ ജീവനാണ്. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ ലോകം ഇനിയും തയ്യാറായിട്ടില്ല എന്നതാണ് സത്യം. ഈ സംഘർഷങ്ങൾ അവസാനിക്കണമെങ്കിൽ പരസ്പര ബഹുമാനവും ചർച്ചകളും അനിവാര്യമാണ്. എന്തായാലും ഇന്ത്യ ഇടപെട്ട് ഈ ഒരു വലിയ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം.